ഹായ്, ഞാൻ മെർലിൻ ജോൺസി, കാസർഗോഡ് നിന്ന് വരുന്നു. ഞാനൊരു BSc മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്നാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. 2023 IBPS കാനറ ബാങ്ക് ക്ലർക്കായിട്ടാണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞപ്പം മാസ്റ്റേഴ്സിന് പോകണോ അതോ കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ കുറേ പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ICD കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. 2022 ജനുവരിയിൽ ഇവിടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ 6 മാസം ബേസിക്സ് ആയിരുന്നു. അത് ഓരോ ടീച്ചേഴ്സ് ഓരോ ടോപ്പിക്സ് നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നു. അതിനോടൊപ്പം നമ്മളിവിടെ ലൈബ്രറിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നന്നായിട്ട് ചെയ്തു. ഞാൻ കുറച്ച് ടോപ്പിക്സിൽ വീക്കായിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ. അതൊക്കെ ICDയുടെ ആപ്പിൽ വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോസ് ഒക്കെ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് അത് വീണ്ടും പഠിച്ചു. അതുപോലെ ഇവിടെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എക്സാംസ് ഉണ്ടായിരുന്നു. ഡെയിലി നമ്മുടെ ആപ്പിലും ICDയുടെ ആപ്പിലും എക്സാം വരുമായിരുന്നു. അത് എക്സാം നമുക്ക് നന്നായിട്ട് നമ്മളെ തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം റാങ്ക് വരുമ്പം നമുക്കറിയാം നമ്മൾ ഇന്ന് ഇത്രയും പുറകിലാണ്, നമ്മൾ ഇനി കുറച്ചും കൂടി മുന്നിലേക്ക് നമ്മൾ വരാനുണ്ട് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് 2022 എല്ലാ എക്സാംസും വന്നു. ഏതാണ്ട് എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ മെയിൻസ് എത്തിയപ്പോഴാണ് GAയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. GA കുറച്ച് വീക്കായിരുന്നു. അങ്ങനെ പഠിച്ച പോലെ പഠിച്ചാൽ പോരാ, കുറച്ചും കൂടി നല്ല തറവായിട്ട് പഠിക്കണം എന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ ആ വർഷം ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് 2023 എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ICDയിലെ GA ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ICDയിലെ ആപ്പിൽ GAയുടെ നോട്ട്സ് ഉണ്ടായിരുന്നു. അത് വായിക്കുക മാത്രമല്ല, അത് വീണ്ടും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്സിലൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതെന്തായാലും നന്നായിട്ട് ഉപകാരമായി. 2023 എല്ലാ മീൻസും അതിൽ ക്ലർക്കും RRB ഒക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ RRB PO ഇന്റർവ്യൂ വരെ എത്തിയെങ്കിലും കിട്ടിയില്ല. കുറച്ചും കൂടി GAക്ക് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെന്ന് പിന്നെ തോന്നി. IBPS ക്ലർക്കിന്റെ റിസൾട്ട് വന്നപ്പം അത് റിസർവ് ലിസ്റ്റിലാണെന്ന് കണ്ടു. പിന്നെ പക്ഷെ അതിന് ഒരു പ്രതീക്ഷ കൊടുക്കാൻ നിൽക്കാതെ കുറച്ചൊരു വിഷമമൊക്കെ വന്നെങ്കിലും 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് റിസർവ് ലിസ്റ്റ് വിളിച്ചു. അപ്പം കാനറ ബാങ്കിൽ ക്ലർക്കൽ പൊസിഷനിലേക്ക് സെലക്ട് ആയി. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ലാബിൽ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. കുറേ ടൈം നമ്മൾ കുറേ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യും, എല്ലാം സോൾവ് ചെയ്യും. GA നന്നായിട്ട് പഠിക്കുമായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സന്തോഷമുണ്ട് ഇത് കിട്ടിയതിൽ. ICDയിൽ ടീച്ചേഴ്സ് ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ICDയിലെ JK സാറിനും ബാക്കി എല്ലാ ഫാക്കൽറ്റീസിനും ഇവിടെ എന്നെ കുറേ സഹായിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട്. GA ഒക്കെ പഠിക്കാനൊക്കെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം GA ഒക്കെ പഠിക്കാനൊക്കെ സഹായിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ഇനി കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ആദ്യം നമുക്കൊന്ന് കിട്ടിയില്ല എന്നോർക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും, നമ്മളൊന്ന് തളർന്നു പോകും. ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ പറയായിരിക്കും, നീ പോയിട്ട് 1 വർഷമായില്ലേ, 2 വർഷമായില്ലേ, അല്ലെങ്കിൽ 3 വർഷമായില്ലേ, എനിക്കിതുവരെ കിട്ടിയില്ലല്ലോ, ഒരു ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ, മാസ്റ്റേഴ്സ് ഇല്ല, അപ്പോൾ ഒരു മാസ്റ്റേഴ്സ് എടുക്കുക, എന്തിനാ ഇതിനു വേണ്ടി മെനക്കിടാൻ വേണ്ടി നിൽക്കുന്നത്, ഒരു മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുക, ഇത് കിട്ടുന്ന എന്താന്ന് എനിക്ക് ഇത്ര ഉറപ്പ്, 1 വർഷമായിട്ട് കിട്ടിയില്ല, അല്ലെ 2 വർഷമായിട്ടും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. അതായത് നമ്മൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്തതാണ് നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന്. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്ത വഴിയായതുകൊണ്ട് നമ്മൾ സ്വയം ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. എനിക്കിത് കിട്ടും, ഞാൻ എന്തായാലും നമ്മൾ ഈ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചു, അപ്പോൾ എന്തായാലും ഇത് വാങ്ങിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന്. അല്ലാതെ ഇടയ്ക്ക് മടുക്കരുത്. മടുക്കുമ്പോഴും നമ്മൾ സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ എഫേർട്ട് ഇടുക. കുറച്ച് അങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഇടുന്ന എഫേർട്ടൊന്നും ബാക്കി ആരും കാണുന്നില്ല. അപ്പം ബാക്കി നമ്മളോട് ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് തരുന്ന ആൾക്കാർക്ക് ചെവി കൊടുക്കാതെ നമ്മൾ സ്വയം കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ തന്നെ നന്നായിട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തും മുന്നിലോട്ട് പോകണം. ആരും പറയുന്നത് കേട്ട് തളരാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരിക്കലും ഡെസ്പ് ആവരുത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കും. താങ്ക് യു.